അപ്പൊ നമുക്ക് എന്ത് വരുമാനം വേണ്ടത്? നിങ്ങൾക്ക് എന്ത് വരുമാനം വേണ്ടത്? പാസീവ് ഇൻകം വേണോ, ആക്റ്റീവ് ഇൻകം വേണോ? രണ്ട് തരത്തിലുള്ള ഇൻകം ഇവിടെ കൊടുക്കുന്നുണ്ട്. ആക്റ്റീവ് ഇൻകം കൊടുക്കുന്നുണ്ട്, പാസീവ് ഇൻകം കൊടുക്കുന്നുണ്ട്. മൾട്ടിപർപ്പസ് പേസ്റ്റ് ഉപയോഗിക്കണല്ലേ? അതായത് നമുക്കറിയാലോ, നമ്മൾ വന്നേക്കുന്നത് ഏതിലേക്ക്? ഒരു ഇന്റർനാഷണൽ കമ്പനി കേട്ടോ. എപ്പോഴും പറയുന്നത് ഇന്റർനാഷണൽ നാഷണൽ പോലും പോകണില്ല. അവൻ കേരളത്തിൽ എന്തെന്ന് പറഞ്ഞാൽ സാറേ, സ്വന്തം ജില്ലക്കാരെങ്കിലും ആകണമെന്ന്, അല്ലെങ്കിൽ വേണ്ട ലോക്കലെങ്കിലും ആകണമെന്ന്. മനസ്സിലായ? ഈ ലോക്കൽ തന്നെ പിടിച്ചാൽ മതി. കാണാൻ പറ്റുന്ന എനിക്കറിയോ, ഈ ലോക്കൽ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും പോയാൽ മതി, നിങ്ങൾ കാണാൻ പറ്റുന്നതാവും. ആകെ 20 പേര് മതി. മനസ്സിലായോ? അതിന് പ്രോപ്പറായിട്ട് കിട്ടാൻ പറ്റിയ 20 പേര് മതി എന്ന് പറഞ്ഞത്. അങ്ങനെ കിട്ടിക്കാൻ കാണാൻ എപ്പായെന്ന് വെച്ചാൽ മതി. ഇത് അടുക്കി വെക്കാൻ അറിയാൻ പാടാത്തോണ്ടാ. ഈ പണ്ട് ഞാൻ എത്ര കൽപ്പണിക്കാരൻ കല്യാണത്തി പോലെ കൽപ്പണിക്കാരൻ അറിയാത്തവൻ ഇഷ്ടകത്തി വീട് ഓടിക്കില്ലേ, അത് തള്ളിയേക്കുമ്പോഴേക്കും ഡോർ തള്ളി വീടിന്റെ അകത്തോട്ട് പോകുന്നോണ്ടാലേ. അപ്പൊ നമ്മൾ പറയണത് ഇത്രയും പ്രൊഡക്റ്റുകൾ ഉണ്ടല്ലോ, 90ഓളം പ്രൊഡക്റ്റുകൾ. അപ്പൊ പുതിയതായിട്ട് ആരുണ്ടെന്നല്ല, പഴയ ആൾക്കാരെന്നെ ഇരിക്കണമെന്നല്ല. കുഴപ്പമില്ല. ആ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രസംഗിക്കണം. ഇവിടെ വേറെ ചേച്ചിയുണ്ട്, നമ്മുടെ സ്വന്തം ചേച്ചിയുണ്ട്, ഉദയംപേര് അടുത്താണ്. പുതിയതാണോ? എന്താ ചെയ്യണേ? ഒന്നും ചെയ്യണ്ടേ? നല്ല ടൈമാണ്. ഒന്നും ചെയ്യാത്തവരാണ് നല്ലത്. സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമല്ലേ ജോലി കിട്ടിയിട്ടാണ് ലീവ് എടുത്തത്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു തുണിക്കടയിൽ പോയിക്കാൻ എത്ര കിട്ടും ഒരു മാസം? അല്ല, ഒരു ദിവസം എത്ര രൂപ അറിയോ? 450 രണ്ടോ തുണിക്കടയിൽ ഒരു 5 പേസ്റ്റ് വീട്ട് എത്ര കിട്ടും അറിയോ? അതായത് ഒരു പേസ്റ്റിന് MRP 375, DP 310, PV 90, പ്രോഫിറ്റ് 65. ഒരാള് 10 പേസ്റ്റ് വെച്ചിട്ട് ഒരു ദിവസം കൊടുത്താൽ 65 × 10 650. അത് പോട്ടെ, ഒരാള് ഒരു മാസം 1 മന്ത് കൊണ്ടിട്ട് 300 പേസ്റ്റ് കൊടുത്താൽ ഓക്കെ 19,500. അപ്പൊ 300 × 90 PV 27,000 PV. അപ്പൊ 19,500 പ്ലസ് 27,000 PV എത്ര കിട്ടും സാറേ? 27,000 PV 5,000 കിട്ടോ? 5,000 രൂപ എത്ര ഉണ്ടാകും? 24,500 രൂപ ആണോ? ഒരു വ്യക്തി 300 പേസ്റ്റ് ഒരു മാസം കൊണ്ട് കൊടുത്താൽ കിട്ടുന്ന ഇൻകമാണ് 24,500 രൂപ. ഓക്കെ, ഉദാഹരണം ആൾക്കാർക്ക് മനസ്സിലായെങ്കിൽ ഒന്നുകൂടെ പറയാം. സെക്കൻഡ് മന്ത് കൂടുന്നുള്ള കാര്യം എനിക്കറിയാലോ. സെക്കൻഡ് മന്ത് കൂടണ്ട, ഈ കസ്റ്റമർ തന്നെ ഉണ്ടാവില്ലേ സെയിം, അപ്പോഴെല്ലാ മാസവും തന്നെ കിട്ടത്തില്ലേ? അപ്പൊ 24,500 രൂപ ശമ്പളം കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻ ഏതുവരെ പഠിക്കണം? പഠിക്കാത്തവൻ കത്താൻ പോകണ്ടില്ല, പേസ്റ്റ് വിൽക്കാൻ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ അവൻ MBA പഠിച്ചിട്ട് ചവിട്ടി വിൽക്കാൻ പോണം. ഇപ്പൊ അതാ നടന്നുകൊണ്ടിരിക്കണം. മാർക്കറ്റിങ്ങിന്റെ പേരിൽ പിള്ളേരെ മുഴുവനും വീട് വിടാന്തരം മറ്റേ ചവിട്ടിയും പാത്രങ്ങളും കൊടുത്തു വിട്ടേക്കാണ്. മാതാപിതാക്കൾ പറയണേ നിന്നെ MBA പഠിക്കാൻ വേണ്ടിട്ട് ലക്ഷങ്ങൾ. അതന്നെ മാതാപിതാക്കൾ പറയണത്, നിന്നെ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് നിന്നെ MBA പഠിപ്പിച്ചേക്കണത്. എവിടെയെങ്കിലും ജോലിക്കോടാന്ന് പറയും. ഇവന് തലക്ക് ഭ്രാന്താവും. തലക്ക് ഭ്രാന്തായിട്ട് ഇവന് എന്തെങ്കിലും ഇന്ന് ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ പണിയെടുക്കുന്ന എവിടെയെന്ന് അറിയോ? സ്വിഗ്ഗി, സൊമാറ്റോ.
കാശുള്ള പഠിച്ച പിള്ളേരെല്ലാം പണിയെടുക്കുന്നത് സ്വിഗ്ഗി സൊമാറ്റോ. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുക, പക്ഷെ അലച്ചില കിടന്നിട്ട്. ഞാൻ പറഞ്ഞ പോലെ 300 പേസ്റ്റ് കൊണ്ടുപോയിട്ട് പരിചയപ്പെടുത്തി കൊടുത്ത് ഒന്ന് മേടിച്ച് ഒറ്റ പ്രാവശ്യം കൊടുത്താൽ ഈ 25,000 കുറയത്തില്ല വണ്ടിക്കോ. അത് ഒരു പ്രൊഡക്റ്റിന്റെ കേസാണ് പറഞ്ഞത്, ഒരു പ്രൊഡക്റ്റ്. ബാക്കി കിടക്കണം. ഒന്നും പരിചയപ്പെടുത്തി കൊടുക്കണം പേസ്റ്റിനെ കുറിച്ച്. ആര് പരിചയപ്പെടുത്തി കൊടുക്കാൻ? എന്താ പറയണ ഒരു ഇതല്ല. അതല്ലേ ഞാൻ ആദ്യം അതെങ്ങനെ വിൽക്കാൻ വേണ്ടി പോയത്. അപ്പൊ ഞാൻ പറയണത്, ഞാൻ ആദ്യം പറഞ്ഞത് കേട്ടാമോ? ഒരാൾക്ക് കൊണ്ടേ കൊടുക്കണം. ഇതേ ഒരു കമ്പനി വന്നിട്ടുണ്ട്, അവിടെ ഒരു പേസ്റ്റ് വന്നിട്ടുണ്ട്, ഇത് മേടിച്ചു കഴിഞ്ഞാൽ പല്ലുവേന മാറും, ഇതൊക്കെ മാറും എന്നാ പറയണേ. ഇങ്ങനെ പറഞ്ഞ ആരും മേടിക്കില്ല, ഞാനും മേടിക്കില്ല. അത് ഞാനും മേടിക്കൂലെന്ന്, ഞാനും മേടിക്കില്ല. ഞാനെന്താ പറഞ്ഞോ, ഇവിടെ ഞാനൊരു സൂപ്പർ പേസ്റ്റ് മേടിച്ചു. ആ പേസ്റ്റ് മേടിച്ച് പല്ല് വെച്ചിട്ടുണ്ടല്ലോ, പല്ലൊക്കെ സൂപ്പറായി, വായിൽ നിന്ന് മണം മാറി. രണ്ടാമത് തലവേനൊക്കെ ഉപയോഗിച്ച് കേട്ടോ, തലവേനൊക്കെ ഉപയോഗിച്ച് തലവേന മാറി. അത് തൊണ്ടവേനൊക്കെ മാറുന്നുണ്ട്. ഞാൻ ആകുണ്ട് അത് മാറി. എന്റെ അമ്മക്ക് വളങ്കടി ഉണ്ടായിരുന്നു, അത് മാറി കിട്ടി. ഇണ്ടുകളുണ്ടായി, മാറി കിട്ടി. പാലുണ്ണി ഉണ്ടായി, അത് പോയി കിട്ടി. അരിമ്പാറ ഉണ്ടായി, അത് പോയി കിട്ടി. പൊള്ളല് മാറി, പാണ്ട് മാറി, എല്ലാം മാറിയിട്ടാ. ഇത് വേണമെങ്കിൽ മേടിച്ചേ കിട്ടാ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാനത് വിൽക്കാൻ ചെന്നല്ല പണി. ബിസിനസ്സുകാരും വിൽക്കാൻ പോകില്ല. ബിസിനസ്സുകാരൻ ആരാ വിൽക്കാൻ പോണം? നമ്മുടെ പഴയ ചിന്തപ്പാടാണ്. എന്റെ അപ്പം മരപ്പണിക്കാരൻ, നീ മരപ്പണിക്കാരനാണ്. ഞാനിവിടെ വിൽക്കാൻ പഠിപ്പിക്കാം. ഞാൻ വിൽക്കാനാണ് പഠിപ്പിക്കണം നിങ്ങളാ. ഞാൻ വിൽക്കാൻ പഠിപ്പിച്ചില്ല, ഞാൻ ബിസിനസ് പഠിപ്പിച്ചായിരുന്നു. ബിസിനസ് പഠിപ്പിക്കാം. ഇത് വിൽക്കണതിന്റെ കാര്യത്തെ കുറിച്ചാണ് നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ചില്ലേ? ഇനി നേരെ 10 പേരെ കൊണ്ട് ഞാൻ ചെയ്യിച്ചു. 10 പേര്, അതായത് 10 മെമ്പർ. ഓക്കെ, 10 മെമ്പേഴ്സിനെ കൊണ്ട് ചെയ്യിച്ചു. ഈ 10 മെമ്പേഴ്സിനും 19,500 വെച്ച് കിട്ടും. കിട്ടൂലേ? കിട്ടൂലേ? എനിക്ക് കിട്ടണം എന്തായിരിക്കും? 27,000 രൂപ ആയിരിക്കും. 10 പേര് 300 പേസ്റ്റ് വെച്ചിട്ട് 1 മന്ത് വിറ്റാൽ 3000 പേസ്റ്റ്. 3000 പേസ്റ്റിന് 3000 ഇൻറ്റു 90 PV എത്രയാണ്? 2,70,000 PV. 2,70,000 PVക്ക് കമ്പനിയിൽ നിന്ന് എത്ര കിട്ടും? ഒരു 60,000 പ്രതീക്ഷിക്കാൻ പാടില്ല. കിട്ടില്ല സാറേ? എന്റെ തുക, ഞാൻ കൊടുത്ത പൈസ 19,500 രൂപ പ്ലസ് 60,000 രൂപ എത്രയാ? എത്രയുണ്ട്? 79,500 പോരെ വരുമാനം. നിങ്ങൾ 10 പേർക്ക് ജോലി കൊടുക്കുന്നത് ബിസിനസ് മാൻ. ഇതിനെ പറയുന്നത് ടീം. നിങ്ങൾക്കൊന്നും ബിസിനസ്സുകാരനാകാൻ പറ്റില്ല. അതിനുവേണ്ടി ഗോഡൗൺ ഇടണോ? ഗോഡൗൺ വേണോ? സ്റ്റാഫിനെ എടുക്കണോ? വണ്ടി വേണം. പിന്നെ ആരാ വേണ്ടത്? ഞാൻ നിർത്തി വേണം. മറ്റേ തോട്ടി കൊണ്ടുപോയിട്ട് മറ്റേ അല്ല വയലിൽ കൊണ്ടുപോയിട്ട് മറ്റേ കോലം കൊണ്ട് നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. അതാണ് മൂല്യമില്ല. ഇങ്ങനെ നീക്കത്തത്. അതായത് 10 പേരെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല ആസ് എ ബിസിനസ് മാൻ. പേഴ്സിനെ കുറിച്ച് മാത്രം പറയാൻ കിട്ടിയാൽ മതി. പേഴ്സിനെ കുറിച്ച് മാത്രം പറയാനുള്ള ഒരു സെൻസ് കിട്ടിയാൽ നിങ്ങൾ കാശുണ്ടാക്കും. അല്ലെങ്കിൽ വേണ്ട, ബിസ്ക്കറ്റിനെ കുറിച്ച് മാത്രം പറയാണ്ടാക്കിയാൽ മതി. ബ്രിട്ടാനിയയുടെ ബിസ്ക്കറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് എടുക്കണമെങ്കിൽ 10 ലക്ഷം രൂപ കൊടുക്കണം. ബ്രിട്ടാനിയ ബിസ്ക്കറ്റിന്റെ ഡിസ്ട്രിബ്യൂഷൻ. അത് ഏത് ഏരിയ? എറണാകുളം ഈ സെക്ഷൻ മാത്രം. വേറെ സെക്ഷൻ കിട്ടത്തില്ല. ഗോഡൗൺ വേണം, കാശ് വേണം, സ്റ്റാഫ് വേണം, വണ്ടി വേണം. ഒരു മാസം ചെലവ് 2 ലക്ഷം രൂപ. ഇത് ചെലവ്, വരവൊന്നും ആയിട്ടില്ല. ഇനി എല്ലാ ഉൾപ്പെടും കൂടി കിട്ടി വരവ് കിട്ടി തുടങ്ങുമ്പോ 3 വർഷം. ഇതൊന്നും കിട്ടിയില്ല, ഒരു പൈസയും കെട്ടണ്ട, ഒന്നും നോക്കണ്ട. ഒരു 100ഓളം പ്രൊഡക്റ്റുകൾ 190 രാജ്യങ്ങളിൽ വിൽക്കാനുള്ള ലൈസൻസ് തന്നിട്ടുണ്ട്. എല്ലാം കൊടുത്തു വിട്ടേക്കണം. ഒരു 5,000 കോടി രൂപ ആസ്തിയുള്ള മകൻ, അപ്പന്റെ മകൻ എന്തായിരിക്കും ചെയ്യണം? വെറുതെ കറങ്ങി കിടക്കും. അത് തന്നെ ആണല്ലോ, അതാണ് നമ്മൾ ചെയ്യണം. അവൻ അപ്പന്റെ ഒപ്പം പണിക്കിറങ്ങൂല. മനസ്സിലായ പറഞ്ഞത്? അപ്പന്റെ ഒപ്പം പണിക്കിറങ്ങൂല. അപ്പം മേടിച്ചുകൊണ്ട് തന്നെ ഭക്ഷണങ്ങൾ അവൻ കഴിക്കും. അപ്പൊ അപ്പൻ തന്നെ ഭക്ഷണങ്ങളെല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട്. അപ്പന്റെ ഒപ്പം ബിസിനസ്സിലോട്ട് ഇറങ്ങണില്ലെന്ന്. DX അപ്പൻ, അങ്ങനത്തെ മക്കളാണ് നമ്മളെല്ലാരും. ഇപ്പോഴാണ് കിട്ടി, DX അപ്പൻ, മക്കളെല്ലാം നമ്മളെല്ലാം തിന്നോണ്ടിരിക്കണം. തിന്ന് നല്ല തിന്നിട്ടോണ്ടിരിക്കണേ. ബിസിനസ്സിലോട്ട് ഇല്ല. പണിക്ക് പോയാൽ എന്റെ ചെരുപ്പ് തരും, പിന്നെ എന്റെ വായ വെള്ളം പറ്റും.
അതാണ് ആ പണിക്ക് നമ്മളില്ല. ഇത് ടീം വർക്കാണ് ഈ പറഞ്ഞത്, ടേസ്റ്റിന്റെ കണക്ക്. ഇനി മറ്റേലോട്ട് പോവാം. മായിച്ചോട്ടെ. ഫോൺ അടിച്ച കാപ്പി കൊടുക്കണോണ്ടായിട്ടോ. എല്ലാവർക്കും കാപ്പി ഓർഡർ ചെയ്തോ? ടീച്ചറിനെ ആകാം. അങ്ങനെയൊക്കെ പണിഷ്മെന്റ് കൊടുത്താൽ അടിപൊളിയായിരിക്കും അല്ലേ? പിന്നെ ഫോണൊക്കെ വാങ്ങിച്ചോട്ടെ, കുഴപ്പമില്ലല്ലോ. കാപ്പി ഓർഡർ ചെയ്യാൻ എനിക്കൊരു സ്ട്രോങ്. ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരു പേസ്റ്റിന്റെ അകത്തുള്ള കണക്കാണ് ഈ കാണിച്ചത് മുഴുവൻ. ആ പേസ്റ്റിന്റെ വാല്യൂ പോലും മനസ്സിലാക്കിയിട്ടില്ല. ഇതിനേക്കാളും കൂടുതലാണ് ഉപ്പിനകത്ത് കിട്ടുന്നത്, നിങ്ങൾക്ക് അറിയോ? ഉപ്പിനകത്തുള്ള അതിനേക്കാളും കൂടുതൽ ഒരു വീട്ടിലോട്ട് ഉപ്പ് വേണ്ടി വരില്ലേ? അപ്പൊ നിങ്ങൾ പേസ്റ്റ് വിൽക്കാൻ വേണ്ടി പോണ വീട്ടില് പേസ്റ്റ് മാത്രമാണോ പോണ? പേസ്റ്റ് വിറ്റിട്ട് ഇത്ര ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ ഉപ്പും പോവും സോപ്പും പോവുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര ഉണ്ടാവും? അപ്പൊ കാശ് കിട്ടാത്തതിന്റെ കുഴപ്പക്കാരനാരാ? ഞാൻ തന്നെ. കണ്ണാടി നോക്കുമ്പോ ഒരു നല്ല സുന്ദര പൊട്ടപ്പനായിരിക്കില്ലേ? അതാണ് കുഴപ്പം. മനസ്സിലായി? ശരിക്കും നല്ല ഈ 300 പേര് കസ്റ്റമേഴ്സ് വരൂലേ, അപ്പൊ തന്നെ അയാള് റിച്ചായി. സാറേ കണക്കുണ്ട് സാറേ. 2,70,000 PV ആണ്. ഡിവൈഡ് ബൈ 45,000 PV. എത്ര പേർ കൊടുക്കാൻ പറ്റും? 6 പേര്. ഡയമണ്ട് ആയില്ലേ? കണക്ക് പറഞ്ഞ മനസ്സിലായോ? മറ്റേ മാഡത്തിന് മനസ്സിലായോ? മനസ്സിലായെന്ന് പറഞ്ഞാൽ വരച്ചു കാണിക്കേണ്ടി വരും. എന്റെ മനസ്സിലായെന്ന് പറഞ്ഞാൽ വരച്ചു കാണിക്കണം അല്ലേ? 2,70,000 PV വന്ന 6 പേര് 45,000 PV വെച്ചിട്ടായിരുന്നു 6 പേര് സ്റ്റാർ ആയിട്ടായിരിക്കണം. ഞാൻ ഡയമണ്ട് ആയെന്ന് മനസ്സിലായോ? ഡയമണ്ട് ആയിട്ട് പിന്നെ കമ്പനിയുടെ ഒരു സ്റ്റാൻഡേർഡിലോട്ട് എത്തിയില്ലേ? 37% കമ്മീഷനായി. ഓക്കെ, അപ്പൊ ഈ ബിസിനസ്സിലോട്ട് കടന്നു വരാൻ വേണ്ടിട്ട് എന്താ വേണ്ടേ? ആധാർ, ഇമെയിൽ, ഫോൺ, ബാങ്ക്, നോമിനി, ബാങ്ക്, പിന്നെന്താ? ഭർത്താവിന്റെ പേര്, അപ്പന്റെ പേര്, കാര്യം കൊടുത്താൽ 20% മുതൽ 25% വരെ ഡിസ്കൗണ്ട്. ഓക്കെ, 190 രാജ്യങ്ങളിൽ ചെയ്യാനുള്ള ലൈസൻസ്. ഓക്കെ, ഇതിനകത്ത് 2 ഇതായിട്ട് കൊടുക്കണം. ഒന്ന് PV, ഒന്ന് SE. ഇത് പോയിന്റ് വാല്യൂ, ഇത് സെയിൽസ് വോളിയം. ഓക്കെ, കമ്പനിയുടെ വെച്ച് നോക്കുമ്പോൾ ഈ പോയിന്റ് വാല്യൂ PV എന്ന് ഉദ്ദേശിക്കുന്നത് ഏത് പ്രോഡക്റ്റ് എടുത്താലും അതിനകത്ത് നിങ്ങൾക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കൂടാണ്ട് ഒരു പൊസിഷൻ അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. അതായത് നിങ്ങൾക്ക് റെക്കഗ്നേഷൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് PV ഉദ്ദേശിക്കുന്നത്. രണ്ടത് SE എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കമ്മീഷനാണ്. അതായത് നിങ്ങൾക്ക് ഇവിടെ നിന്നുള്ള റീറ്റെയിൽ പ്രോഫിറ്റ് കൂടാതെ കമ്പനിയിൽ നിന്ന് ഒരു കമ്മീഷൻ കിട്ടുന്നുണ്ട് എക്സ്ട്രാ വേറെ. അതാണ് SE എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളൊരു പേസ്റ്റ് എടുത്തപ്പോൾ 90 PV എന്ന് പറയുന്ന പോലെ ഓരോ പ്രോഡക്റ്റ് എടുക്കുമ്പോഴും നമുക്കൊരു 1000 PV ആയെന്ന് വിചാരിക്കാം. 1000 PV ആകുമ്പോൾ നമുക്ക് 6%. ഓക്കെ, ഇനി ഇത് മുഴുവനും അക്യുമുലേറ്റഡ് ആണ്. അക്യുമുലേറ്റഡ് എന്ന് മനസ്സിലായോ? ഒന്നിനോടൊന്ന് കൂട്ടും. നിങ്ങൾ 1000 PV ഒരു മാസം ചെയ്തോളൂ. രണ്ടാമത്തെ മാസം 2000 PV ചെയ്തു. അപ്പൊ ഇതും കൂടി കൂട്ടിയിട്ട് 3000 PV ആവും. 2000 PV ചെയ്തോളൂ, പക്ഷെ ഇതും കൂടി കൂട്ടിയിട്ട് 3000 PV ആവും. നിങ്ങളുടെ ശതമാനം 9% ആവും. പിന്നെ അത് 10,000 PV ആവും. ജസ്റ്റ് ഇത് കാണിക്കണമെന്നേ. പിന്നെ അത് എത്ര ശതമാനവും? 12 ആവും. പിന്നെ 20,000 PV ആവും. എത്ര ശതമാനം? 15%. 32,500 ആകുമ്പോ ഇതെല്ലാം കൂട്ടിയാണ് പോണം. 18 ആവും. 45,000 PV വരുമ്പോ 21. ഈ ശതമാനം ഒന്നും നോക്കണ്ട, ഈ കണക്കേണ്ടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇനി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കടന്നു വന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ കടന്നു വന്നതിന് മുമ്പ് എന്ത് ചെയ്യണം?
നമ്മൾ മറ്റുള്ളവരെ പരിചയപ്പെടുത്തി കൊടുക്കണമല്ലോ. പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? നമ്മളിത് കഴിക്കണം. ഈ സാധനങ്ങൾ, ഇതിന്റെ ഉപയോഗം മനസ്സിലാക്കണം. കാപ്പി കഴിച്ചു നോക്കണം, അതുപോലെ തന്നെ ഈ RGL കഴിച്ചു നോക്കണം, കോഡിസെപ്സ് എന്താണെന്ന് കഴിച്ചു നോക്കണം. അതിന്റെ ടേസ്റ്റ് കയ്പാണോ മധുരമാണോ പുളിപ്പാണോ അറിഞ്ഞിരിക്കണ്ടേ? എല്ലാത്തിനും കഴിക്കണ്ടേ? എല്ലാ സാധനങ്ങളും ഒരു പ്രാവശ്യമെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ, കഴിച്ചു നോക്കിയിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രൊഡക്റ്റ് മേടിക്കണ്ടേ? അപ്പൊ ഇതെല്ലാം കഴിച്ചു നോക്കണമെങ്കിൽ എത്ര രൂപയുടെ പ്രൊഡക്റ്റ് മേടിക്കണ്ടേ? എന്താ ഒന്ന് തലയടിച്ചു വീണതിന് അപ്പൊ തന്നെ ഡോക്ടർ സാധനം എഴുതും, MRI. എന്താ വില ഡോക്ടറെ? MRI സ്കാനിനൊക്കെ എനിക്ക് വേണ്ടെന്ന് പറയോ? ആരാ കാര്യം കൊടുക്കാന്ന് അറിയാമോ? കൂടെ നിൽക്കണത് കിടക്കണവൻ അറിയോ? അതേപോലെ MRI ഒന്നും മനസ്സിലായില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, അതിനൊരു 10,000 വേറെ. എല്ലാ ബില്ലുകളും കൂട്ടിച്ചേർത്ത് 75,000 ബില്ലെടുത്ത് തരും. എന്താ വിലയിലെ ഡോക്ടറെ? മനസ്സിലായില്ല. കൊറോണ വാക്സിനേഷൻ കിട്ടിയപ്പോ ഫ്രീ ആയതുകൊണ്ട് 3 എടുത്ത ആൾക്കാരുണ്ട്. അതൊരു അജണ്ടയായിരുന്നു. അയാള് 35,000 കോടിയായിട്ട് ഇവിടുന്ന് പോയി. ഇൻഫെർട്ടിലിറ്റി എന്നുള്ള അസുഖത്തിന് വേണ്ടി മാത്രം 19,500 കോടി രൂപ. എന്താ പറയുക ഇൻഫെർട്ടിലിറ്റി? കുട്ടികളില്ലാത്ത അവസ്ഥ. 19,500 കോടി രൂപ കേരളത്തിൽ നിന്ന് മാത്രം. മനസ്സിലായി? നമ്മുടെ എത്ര പോയി? 10 രൂപ പോയുള്ളൂ. 10 ലക്ഷം പേരുടെ 10 രൂപ പോയാലോ? 10 ലക്ഷം പേരുടെ അടുത്ത് 10 ലക്ഷം പോയാൽ എത്ര രൂപ? 1 കോടി. 10 രൂപ എന്റെ അടുത്തുനിന്നല്ലേ പോയുള്ളൂ, കുഴപ്പമില്ലല്ലോ. അപ്പൊ 10 രൂപ എനിക്ക് കിട്ടിയാ പോലെ 10 ലക്ഷം പേരുടെ അടുത്തുനിന്ന്. അപ്പൊ എനിക്ക് 1 കോടി ആയില്ലേ? എന്താ അങ്ങനെ ചിന്തിക്കാത്തത്? നിങ്ങൾ കൊടുത്തോണ്ടിരുന്നാ മതിയോ? ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരിക്കണ്ടേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? 10 രൂപ ചെറിയ കണക്കാണെങ്കിൽ പോലും അത് വലിയ കണക്ക് തന്നെയാണ്. അപ്പൊ നമ്മൾ ആദ്യം ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേന് ഒരു 10,000 രൂപ പ്രൊഡക്റ്റ് അങ്ങോട്ട് എടുക്കണം. അതായത് ചെറിയ പിള്ളേരുടെ പേര് പറഞ്ഞാൽ 10K അങ്ങനെയല്ലേ പറഞ്ഞ? 10Kയുടെ പ്രൊഡക്റ്റ് എടുത്ത് കഴിയുമ്പോഴേക്കും ഇതിനെ പറയുന്നതാണ് 3000 PV. ഓക്കെ, 3000 PV ചെയ്തില്ലേ? എന്താ ഇഷ്ടപ്പെട്ട? ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ല. 50 ലക്ഷം എത്ര വേണം? 10 അപ്പൊ നമ്മളുടെ കണ്ടീഷൻ എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ആരെങ്കിലും ഇത് പരിചയപ്പെടുത്തണമല്ലോ. പരിചയപ്പെടുത്താൻ നിങ്ങളുടെ ആൾക്കാരുണ്ടോ? ഇഷ്ടംപോലല്ലേ? ഇന്ത്യയിൽ തന്നെ എത്ര കോടി ജനങ്ങളുണ്ടല്ലേ? 150 കോടി ജനങ്ങൾ. കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ട്? 3.5 കോടി ജനങ്ങൾ. എറണാകുളത്ത് എത്ര ജനങ്ങളുണ്ട്? 35 ലക്ഷം പേര്. നിങ്ങളുടെ ഫോണിനകത്ത് എത്ര പേരുണ്ട്? 150, 250, അത്രേ ഉള്ളൂ. 1000 സംതിങ് ആണ്. ഇത്ര പേരിൽ നിന്ന് ഒരു 14 പേർക്ക് സ്നേഹ സമ്മാനമായിട്ട് 10,000 രൂപ സാധനം എടുത്ത് കൊടുക്കാൻ പറ്റും. എന്ന് പറ്റും? നിങ്ങളുടെ ജീവിതത്തിലുള്ള ആകെ കൂടിയുള്ള ഒരു പരിശ്രമം, ഒരു ഓട്ടം ഓടാൻ വേണ്ടി പോണേ, ഒരു യുദ്ധം നടക്കാൻ വേണ്ടി പോണേ, 14 പേർക്ക് 10,000 രൂപ പ്രൊഡക്റ്റ് കൊടുക്കണം. അവരുടെ ശരീരം ക്യാൻസർ പേഷ്യന്റ് RGL കൊടുക്കുമ്പോ തന്നെ 10,000 രൂപ, 15,000 രൂപ, 3,000 PV കഴിഞ്ഞു ഇല്ലേ? പിന്നെ ഞാനിങ്ങനെ എനിക്കൊന്നും കഷ്ടപ്പെടാൻ നടക്കും. വേറെ സാധനം പഠിക്കണമെങ്കിൽ വേറെ വഴി കൊടുക്കുള്ളൂ. ശരിയല്ലേ പറഞ്ഞ? എല്ലാം കിട്ടും. ഇതിനകത്ത് കേട്ടിരുന്നു പൈസ വരുമ്പോ ഇതെല്ലാം വാങ്ങിക്കും. പൈസ വരുമ്പോ പ്രൊഡക്റ്റ് കൊടുക്കണതിന് കണ്ണും കാര്യം കാണുന്നില്ല. ഞാൻ പറഞ്ഞ മനസ്സിലാവും. കാരണം എല്ലാവർക്കും കുറവുള്ള ഒരു വൈറ്റമിൻ ഉണ്ടെന്ന് പറയുന്നത്. എല്ലാവർക്കും കുറവുള്ള വൈറ്റമിനാണ്. എനിക്കൊക്കെ ഏറ്റവും ഭയങ്കര കുറവായി പോയി. രോഗോട്ട് കിടന്നപ്പോ ഭയങ്കര കുറവാണ് വൈറ്റമിൻ M. മണി അതില്ല. ആ വൈറ്റമിൻ M ഇവിടുന്ന് കിട്ടാൻ തുടങ്ങിയപ്പോ ഈ എമ്മിന് വേണ്ടി കുറെ ആഗ്രഹിക്കാൻ തുടങ്ങി. അപ്പൊ ഡോക്ടറിൽ പറഞ്ഞ് നല്ലോണം M തരാന്ന് പറഞ്ഞു. അത് എങ്ങനെ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എടുക്കണം. നമ്മുടെ മനക്കണക്കാണ് നമ്മളെ എത്തിക്കണം അങ്ങോട്ട്. മറ്റുള്ളവർ പറയണത് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ പേസ്റ്റ് വയ്ക്കുന്നത് ഒരു സ്റ്റൈലാണ്, ഇവര് പേസ്റ്റ് വയ്ക്കുന്നത് വേറൊരു സ്റ്റൈലാണ്. ഞാൻ ചെയ്യണ മെത്തേഡ് ആയിക്കോളെ ഇവർക്ക് ചെയ്യാൻ പറ്റണം. ഇപ്പൊ പെരേര സാറിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സ്റ്റാൻഡേർഡാണ്. അതുകൊണ്ട് പുള്ളി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചെയ്തു. ഞാൻ കാര്യം ടച്ചറിയും. അതുകൊണ്ട് പിച്ചക്കാരുടെ കാര്യം ഞാൻ കൊടുത്തു പറയും. അത് വേറെ കാര്യം. അതിന് കാശും മേടിക്കും. പക്ഷെ ഇദ്ദേഹം കൊടുക്കുന്ന ആൾക്കാർ എന്താ പറയാൻ വേണ്ടി കൂടെ അറിയാം? 2 ദിവസം കഴിഞ്ഞു ഞാൻ കാശ് വെച്ചേക്കാം. ഞാൻ കൊടുക്കുന്ന ആൾക്കാർ എന്താ പോയെന്ന് അറിയോ? അപ്പൊ തന്നെ കാശ് എടുത്തിട്ട് ബാക്കി പൈസ ഞാൻ കൊണ്ടുപോകും. കാരണം നമ്മൾ സ്റ്റാൻഡേർഡ് നോക്കി പോകുമ്പോഴുണ്ടല്ലോ അവര് പറയും
കാശ് ഞാൻ നോക്കട്ടെ നാളെ തരാനല്ല, അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. പിന്നെ വീട്ടുകാരെ സംബന്ധിച്ചിട്ട് നിങ്ങൾ പോയി പറയരുത്, അവരാരും ഒന്നും കൊടുക്കില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ സ്വന്തം ചേച്ചിയുടെ അടുത്തോട്ടോ ചേട്ടന്റെ അടുത്തോട്ടോ പരിചയക്കാരുടെ അടുത്തോട്ടോ പോകണമെങ്കിൽ അവർ ആരും ഒന്നും കൊടുക്കില്ല കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ ഡോക്ടറല്ലല്ലോ, നീ എന്താണ് ഡോക്ടറായിരുന്നത് അല്ലേ? നീ പണ്ട് മാവിലും കയറി തെങ്ങിലും കയറി കല്ലറുണ്ടെന്ന് വെച്ചാൽ ഇന്ന് ദേ പ്രൊഡക്റ്റ് ഒക്കെ കൂടി പ്രസംഗിക്കാൻ തുടങ്ങിയേക്കണേ. അല്ലെങ്കിൽ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം. ഞാനൊരു കാറിൽ ചെന്ന് ഇറങ്ങി മേടിക്കണമെങ്കിലോ കൊടുക്കണമെങ്കിലോ കാറിൽ ചെന്ന് ഇറങ്ങി കൊടുക്കുമ്പോ അതും പണിയാണ്, വെറുതെ കൊടുത്തിട്ട് പറഞ്ഞു കാശായില്ലേ ഒരു വേസ്റ്റെങ്കിലും ഫ്രീ ആയിട്ട് തരാൻ പറയടാ. എന്റെ അമ്മക്ക് ഞാൻ കൊടുക്കുന്നതേ പെൻഷൻ കാശ് വരുന്നുണ്ട്, അമ്മച്ചി വിധവ പെൻഷൻ വരുന്നുണ്ട്. ആ കാശ് മേടിച്ചിട്ട് ഞാൻ അമ്മക്ക് പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. സ്നേഹമില്ലാത്തോണ്ടല്ല, വില ഉണ്ടാവില്ല. ആസ്പിരിൻ കഴിച്ചുകൊണ്ടിരിക്കണ എന്റെ മുമ്പില് ഞാൻ വിടുവോ? ഞാൻ പറഞ്ഞ അമ്മച്ചി ഈ ഒരു ഓരോ സാധനത്തിനും കാശ് കൊടുക്കുന്നുണ്ട്, ഈ കാശെല്ലാം അമ്മച്ചിക്ക് വേണ്ടി തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്, കഴിക്കണ്ട. പക്ഷെ എന്നാലും വില ഉണ്ടാവണമെങ്കിൽ കാശ് കൊടുത്ത് തന്നെ മേടിക്കണം, മനസ്സിലായി? എന്നാലേ ഈ പറയാൻ പോണ കാശിന് നിങ്ങൾക്ക് വില ഉണ്ടാവുള്ളൂ. ഈ 14 പേർക്ക് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോ ഈ 14 പേരും 3000 PV അടിക്കുമ്പോ എന്നെയും കൂടി കൂട്ടി 15 പേര് ഇൻറ്റു 3000 PV ടോട്ടൽ 45,000 PV. ഞാൻ എന്തായി? ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് ആയി. എനിക്ക് തിരിച്ച് റിട്ടേൺ ആയിട്ട് ഒരു 10,000 കിട്ടും. ഓക്കെ, തിരിച്ച് റിട്ടേൺ ആയിട്ട് എനിക്ക് 10,000 കിട്ടും. അപ്പൊ ഞാൻ കാശ് മുടക്കോ? കാശ് മുടക്കില്ല. അപ്പൊ എന്റെ പ്രൊഡക്റ്റ് ഒക്കെ ഫ്രീ ആയി. അപ്പൊ ഇങ്ങനെ ഫ്രീ ആക്കി വേണം പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ. ഡോക്ടർ ലിംഗം അങ്ങനെ തന്നെ പറയണം, ഒരു മാസം കൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഫ്രീ ആയിക്കോളണം. പക്ഷെ ഇവിടെ ഒരു കാര്യം വെച്ചാൽ ഈ 14 പേരെ ആൾക്കാർ കൊണ്ടുവരുന്നത് 14 മാസം കൊണ്ടാണ്. അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞ മനസ്സിലായ? ഈ 14 പേരെ ആൾക്കാർ കൊണ്ടുവന്നത് 14 മാസം കൊണ്ടിട്ടാണ് കൊണ്ടുവന്നത്. അപ്പൊ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഈ 10,000-നെ 14 ആയിട്ട് ഡിവൈഡ് ചെയ്യണം, ആ കമ്മീഷനെ കിട്ടത്തുള്ളൂ. എന്നോട് ഒരാൾ മുമ്പ് ചോദിച്ചേ, കുറെ നാൾക്ക് ശേഷം 14 പേരായില്ല, അതിനെക്കാളും മുമ്പ് തന്നെ 45,000 PV ആയി കഴിഞ്ഞപ്പോ എനിക്ക് 14 കിട്ടിയില്ല, തല്ലും പുറകെ കൂടെ കളത്തരവാണ്. ഞാൻ പറഞ്ഞ ഞാൻ കളത്തരവാണ്, ഞാൻ പറഞ്ഞ കളത്തരവാണ്. ഞാൻ പറഞ്ഞത് 1 മന്ത് കൊണ്ടിട്ട് 14 പേരെ കൊണ്ടുവന്നാ പറഞ്ഞത്. ഓക്കെ, വേറൊരു കമ്പനി ഉണ്ട്, അതിനകത്ത് മിനിമം പർച്ചേസ് എത്രയെന്ന് അറിയാമോ? ഞാനും പ്രിൻസ് അതിനകത്ത് മിനിമം പർച്ചേസ് എത്രയെന്ന് അറിയോ? മിനിമം നമുക്ക് കമ്മീഷൻ കിട്ടണമെങ്കിൽ 37,000 രൂപ. അറിയാം നിങ്ങൾക്ക്? 37,000 രൂപയുടെ ബിസിനസ് ചെയ്താലേ അതിനകത്തുനിന്ന് 1000 രൂപയെങ്കിലും കമ്മീഷൻ ഉണ്ടെങ്കിൽ എടുത്തുള്ളൂ. ഇതിനകത്ത് ഇത്ര നിസ്സാരം പറഞ്ഞിട്ട് പറ്റില്ല. കാരണം എന്താ വെച്ചില്ലേ, അത് ഡോക്ടറിലും ഏറ്റവും ചെറുതാക്കി കൊടുത്തതിന്റെ കുഴപ്പം. $100 അല്ലേ, 100 PV അല്ലേ സാറേ ഗൾഫിൽ ചെയ്യേണ്ടത്? എത്ര രൂപ? 8,000 രൂപ. 8,000 ഇന്ത്യൻ മണി 100 PV-ക്കോ? ഇന്ത്യൻ മണി 7,000 രൂപ. അവിടെ ഗൾഫിൽ എത്രയാണ് ചെയ്യേണ്ടത്? 1000 PV-ക്ക് 100 PV. അതാണ് നമുക്കിവിടെ 3000 വരുന്നത്, അവിടെ 8,000 PV. ഓക്കെ, പക്ഷേ SB ഹൈ ആണ്. SB ഹൈ ആണ്, കമ്മീഷൻ ഹൈ ആണ്. കേൾക്കണ്ടേ? ടീച്ചറിന് പൈസ ഒന്നും വേണ്ട, ചിരിങ്ങൊക്കെ പൈസ വേണ്ടേ? വേണ്ടേ? പ്രൊഡക്റ്റ് മാത്രം മതി. എന്ത് അതെന്താ സംഭവം അറിയുമോ? നമുക്ക് ഒരു ജീവന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. ആ വാല്യൂ അറിഞ്ഞിരുന്നാൽ അവൻ എത്ര കുരുക്കിപ്പെടാൻ വേണ്ടി പോയാലും അവനെ ഞാൻ വിടും. പക്ഷെ എന്റെ മകനാണെങ്കിൽ ഞാൻ ഒട്ടും വിടില്ല. എന്റെ മകന് 2 പേര് പൊക്കത്തുനിന്ന് വീഴും. അതിനകത്ത് ഒരെണ്ണം എന്റെ മകൻ, ഒരെണ്ണം വേറെ ആളുടെ മകൻ. ഞാൻ ഏത് കൊച്ചിനെ പിടിക്കും? എന്റെ ഒപ്പം പിടിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരെണ്ണം അപ്പുറത്തെ വീഴണം, ഒരെണ്ണം ഇപ്പുറത്തെ വീഴണം. ഞാനല്ലെങ്കിൽ ഭൂമറാങ്ങായിരിക്കണം. അത്രയല്ലേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ കുഴപ്പം. ഞാൻ എന്റെ സ്വന്തം കുടുംബത്തിലെ ആളാന്ന് കരുതിയിട്ടാണ് അവൻ എടുക്കാൻ. അപ്പൊ അവൻ നോ എന്ന് പറഞ്ഞാല് ഞാൻ യെസ് എന്ന് പറയും. 2ാം വട്ടം ഞാൻ അവന്റെ അടുത്ത് ചെല്ലും. അങ്ങനെ ഒരെണ്ണം കൈവിട്ട് പോയതാണ് ഒരാൾ മരിച്ചുപോയത്.
ഞാൻ രാജീവ് സാറിന് അറിയാം. ഇതല്ലേ ഒരു റിപ്പോർട്ട് വന്നറിയാമോ, ഒരാളെ 30 പ്രാവശ്യം കാണുമെന്ന് പറഞ്ഞു. ഒരാളെ 30 times മിനിമം. കാരണം എന്ന് വെച്ചാല് നമുക്ക് ആൾക്കാരുടെ സ്വഭാവം അറിയാൻ പാടില്ല, ആൾക്കാരെ ഞാൻ പറഞ്ഞ എടുക്കുമെന്ന് അറിയാൻ പാടില്ല. മനസ്സിലായോ? ഒരാള് ഒരു ഡോക്ടറിനെ കണ്ടിട്ട് ആ ഡോക്ടറിന്റെ അടുത്ത് നിന്ന് സാധനം മേടിച്ചിട്ട് പോയി. അപ്പൊ ഞാൻ ആ കൂട്ടുകാരനോട് പറഞ്ഞു, ആ മരുന്ന് മുഴുവൻ സൈഡ് എഫക്ട് ഉണ്ടാക്കും, പ്രശ്നങ്ങൾ ഉണ്ടാക്കണെന്ന് പറഞ്ഞു. എന്നാലും അവൻ വിശ്വസിക്കുന്ന കൂട്ടുകാരനെക്കാളും കൂടുതൽ വിശ്വസിക്കുന്നത് ഡോക്ടറെ. കാരണം ആ ഡോക്ടർ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറാണ്. അത് വന്നിട്ട് എന്ത് വന്നാൽ പോലും ആ ഡോക്ടറെ തന്നെ വിശ്വസിക്കുള്ളൂ. പക്ഷെ ഈ കൂട്ടുകാരൻ എന്ത് ചെയ്യുന്ന പറയാമോ, ഒരു ഇറച്ചിക്കറി മേടിച്ചു കൊടുക്കും, പിന്നെ അത് കഴിച്ചപ്പോ വയറുവേദന വരും. ആ കൂട്ടുകാരൻ എന്തോരം ചീത്ത വിളിക്കുന്നത്. ഇതാണ് കൂട്ടുകാരനും ഡോക്ടറും തമ്മിലുള്ള ബന്ധം. ഇതുപോലെ ആയിരിക്കണം ഞാൻ എന്റെ പ്രൊഡക്റ്റുകൾ ഞാൻ കൊണ്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ടീച്ചറല്ലേ? ടീച്ചറാണോ? ടീച്ചർ പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് മനസ്സിലായില്ല, ഞാൻ ഇവരെ വളർന്നു നിർത്തിയിട്ട് പോകും. ഞാൻ ചോദിക്കൊണ്ടൊന്നും പോകുന്നത് കേട്ടോ. കാരണം വെച്ചാല് ഞാനൊരു ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത ഒരാളാണ്. എന്നെ ഇത്രയും നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ വരില്ലായിരുന്നു, ഞാനിത് കഴിക്കില്ല. മനസ്സിലായോ? നിങ്ങൾ നോക്കിയേ, ഇവിടെ എല്ലാ ചെറുപ്പക്കാരിപ്പുണ്ടാവും. ഒരാൾ ഇപ്പൊ മേഘരിപ്പുണ്ട്, അക്സരിപ്പുണ്ട്, വേറെ ഏതെങ്കിലും ചെറുപ്പക്കാരെ കാണാം? ഇല്ല, ചെറുപ്പക്കാരെ കാണാനല്ലോ. എന്തുകൊണ്ട് കാണില്ല? അവർക്ക് ആദ്യം ഹെൽത്ത് വേണ്ട, പക്ഷെ നമുക്ക് ഹെൽത്ത് വേണം. ഹെൽത്തിനെ കുറിച്ച് അറിയാവുന്ന നമുക്കാണ്. അപ്പൊ നമ്മ പറഞ്ഞു കൊടുക്കണ്ടേ? അതുകൊണ്ടിട്ടാണ് ചെറുപ്പക്കാർ വരാത്തേ. എന്നെ കൊണ്ട് സാധിക്കത്തില്ല 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 എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഞാനിവിടെ സെറ്റ് ചെയ്യണം എന്തിനാന്ന് വെച്ചാല്, നമ്മളൊരു അച്ചീവ്മെന്റ് നേടി കാണിച്ചു കൊടുത്താൽ നമ്മ പറയണത് എന്തും കേൾക്കും. മനസ്സിലായോ? ഇവിടെ എന്റെ അമ്മ കയറി വന്ന ദിവസം എന്റെ അമ്മക്ക് അറിയാൻ പാടില്ല ഞാൻ എന്താ ചെയ്യുന്നത്. ഞാനിങ്ങനെ DX ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എന്റെ അമ്മ മാത്രമേ വീട്ടിൽ വാക്സിനേഷൻ എടുത്തിട്ടുള്ളൂ, കൊറോണ വാക്സിനേഷൻ. ഞാൻ പറഞ്ഞ അമ്മച്ചിയുടെ ശരീരത്തിന്റെ വൈറ്റമിൻ ഡി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ചെക്ക് ചെയ്യണമെന്ന്. നമ്മുടെ അടുത്ത് ഗവൺമെന്റ് ആശുപത്രിയിൽ പോയിട്ട് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തപ്പോ ഒട്ടുമില്ല. അങ്ങനെ വൈറ്റമിൻ ഡിയുടെ മരുന്ന് കൊടുത്തു, പാലിക്കലിക്ക് കൊടുക്കാനുള്ള മരുന്ന് കൊടുത്തു. കാരണം അമ്മച്ചിയുടെ ടേസ്റ്റ് അതാണ്. എന്റെ മകൻ ഇത്ര വരെ പഠിച്ചിട്ടില്ലെന്ന് സ്വന്തം അമ്മക്കറിയാം. ഇവനൊരു മരുന്ന് കലക്കി തന്നതിനേക്കാളും വിശ്വാസമാണ് ഡോക്ടർ ഒരു മരുന്ന് കലക്കി കൊടുക്കുന്നത്. അതുകൊണ്ടൊരു ഡോക്ടറിന്റെ വിശ്വാസത്തിൽ തന്നെ പോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇങ്ങോട്ട് കയറി ഞാൻ പറഞ്ഞു, ഇവിടം വരെ അടുത്താണ് എന്റെ ഓഫീസ്, ഇവിടെയാണ് അമ്മ കയറിയിട്ട് പോകാന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അമ്മയായിട്ട് വന്ന സമയത്ത് മഠത്തിലെ 2 സിസ്റ്റർമാർ ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞു. എന്റെ ധനിയിൽ എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ക്ഷയിക്കാനോ മഠത്തിലെ സിസ്റ്റർമാർ. എന്നിട്ട് അമ്മച്ചോട് ചോദിച്ചു, അമ്മ എവിടെ പോയിച്ചു ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, ഞാനും ഹോസ്പിറ്റലിൽ പോയിരുന്നു. അപ്പൊ ഏറ്റവും വലിയ ഡോക്ടർ കൂടെ ഉള്ളപ്പോ പിന്നെ എന്തിനാ വേറെ ഹോസ്പിറ്റലിൽ പോയെന്ന് വെച്ചു. അപ്പൊ അമ്മച്ചി പുറകോട്ട് തിരിഞ്ഞു നോക്കി. അമ്മ പുറകോട്ട് നോക്കണ്ട, ഇത് ആരാന്നറിയാമോന്ന് ചോദിച്ചു. അപ്പൊ ഒരു മകന്റെ പുകഴ്ച കേൾക്കുന്നത് വേറൊരാളുടെ വഴിയിൽ നിന്നാണ്. അത്രയും കാലം കേട്ടില്ല. അപ്പൊ സ്വന്തം പുകഴ്ച കേൾക്കേണ്ടത് ആരുടെ നിന്നാണ്? എന്റെ വായിൽ നിന്നല്ല കേൾക്കേണ്ടത്, വേറെ ആളല്ല. ഒരു ചേട്ടൻ പറഞ്ഞു അന്നത്തെ ദിവസം തന്നെ, കുറച്ച് ചേട്ടന്മാരുണ്ട്. ആ ചേട്ടന്മാരിലെ ഒരു ചേട്ടൻ പറഞ്ഞു, നിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഇതൊന്നും വാങ്ങിക്കത്തില്ല, എനിക്ക് വിശ്വാസമൊന്നുമില്ല. പക്ഷെ ഇവിടെ വന്ന് കയറിയപ്പോ ഇവിടെ നിറച്ചു ആൾക്കാരാവും. ആ കൂട്ടത്തില് ഇങ്ങനെ ഇവിടെ നിന്ന് ആ സിസ്റ്റർമാരുടെ കഴിഞ്ഞ് അടുത്ത വഴി അമ്മച്ചനെ കൊണ്ട് ആ മൂലക്കത്തിനെ ഇങ്ങനെ കയറി വന്ന് ആ ഡോർ പറഞ്ഞപ്പോ, ഹായ് ധനിൽ സാർ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഏറ്റവും അടുത്ത ബ്ലഡ് ക്യാപ്സിൻ ഈ സീറ്റിമേരിക്കും ധനിൽ സാർ കേട്ടിട്ടുണ്ടോ ധനിലിന്റെ പേരുള്ളത്. അപ്പൊ എന്റെ ചേട്ടൻ വേറെ ആള് വഴി ഇവിടെ വന്നിരിക്കണം, എന്റെ പ്രൊഡക്റ്റ് കഴിക്കില്ല. അപ്പൊ ഇതാരാണ് സാറെന്ന് അറിയാൻ വേണ്ടിട്ട് തിരിഞ്ഞു നോക്കിയത്. ഞാൻ പറഞ്ഞത് നമ്മളുടെ വാല്യൂവിനെ മാറ്റുന്നത് ഈ കമ്പനി. മനസ്സിലാവും? അത് നമുക്ക് കൊടുത്തേ പറ്റൂ, കൊടുക്കാണ്ടിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാല് ഇത്തരം വാല്യൂ ആക്കി എടുത്തത് എന്തുകൊണ്ടിട്ടാ? അത്രയും കഠിനാധ്വാനം അതിന്റെ പുറകിലുണ്ട്. ശരിയല്ലേ? ഇപ്പൊ ഒരു ബൾബ് കണ്ടുപിടിക്കുന്ന ആള് ഇത്രയൊക്കെ LED ബൾബിൽ എത്ര പെട്ടാക്കാൻ മതി തന്നെ ഇത് നമുക്ക് കിട്ടും. നിർത്തണ പരിപാടിയില്ല. ഇത് പ്ലാൻ തീർക്കണ്ടെങ്കിൽ നിർത്തണ പ്ലാൻ തീർക്കണോ? സ്റ്റാറിന്റെ ഒരു മതിയെന്ന്, സ്റ്റാറിന്റെ ഒരു മതിയെന്ന് പറയണം. മതിയോ പ്രേമ മാഡം? എന്താ സംഭവം? തുടങ്ങിയപ്പോ തന്നെ 11:30 മണിയോളം കഴിയും. കാരണം ആൾക്കാർ ആ ടൈമിലൊന്നും വന്നില്ല. ഞാനിവിടെ വന്നിട്ടുണ്ടാവും.
പക്ഷെ എന്നാലും 4 പേര് വെച്ചിട്ട് ഞാൻ തുടങ്ങിയായിരുന്നു. പക്ഷെ നമ്മൾ കുറവ് പറഞ്ഞു തീർക്കണ്ടേ, അതിനിടയ്ക്ക് ഡൗട്ടുകൾ ചോദിക്കും, സംശയങ്ങൾ ചോദിക്കും, കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറയണം. ശരിക്കും പറഞ്ഞാൽ ഞാൻ 1 മണിക്കൂർ നിർത്തിയിട്ട് എനിക്ക് വീട്ടിൽ പോകാൻ താല്പര്യം. ഞാൻ ഈ ക്ലാസ് എടുക്കണമെങ്കിൽ എനിക്ക് ഇവിടുന്ന് കാശ് തന്നില്ല. ഞാൻ ക്ലാസ് എടുക്കണമെങ്കിൽ എനിക്ക് കാശ് തരണം. എനിക്ക് കാശ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? വേണമെങ്കിൽ ഞാൻ കോഫി കൂടി തരാം, എന്റെ വക. മനസ്സിലായ? ഞാൻ പറഞ്ഞ മനസ്സിലായ? ഇവിടെ നിന്ന് ഒന്നും കിട്ടണില്ല. പക്ഷെ എന്തിനാ പറഞ്ഞു കൊടുക്കണെന്ന് അറിയോ? കേട്ടേക്കണ കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ടാ. കേരളത്തിൽ 3 രോഗികളെ കൊണ്ട് നടക്കാൻ പറ്റണമെന്ന് കുറെ കുഴഞ്ഞു വീട്. ഇപ്പൊ തന്നെ ആ മറ്റേ ജേക്കബ് കാച്ചേരി പറഞ്ഞത് കാലിന് അസിസ്റ്റന്റിനായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വെക്കത്തിൽ തൂത്തുവാരി കൊണ്ടുപോകാൻ വേണ്ടിട്ട്. അതിനേക്കാൾ മുമ്പ് നമ്മളെ കൊണ്ട് ഒറ്റക്ക് ഓടി എത്തത്തില്ല. അതുകൊണ്ടിട്ടാണ് എല്ലാവരും പറഞ്ഞത് ടീച്ചർ അയക്കുന്ന സ്ഥിതിക്ക് കുറെ പിള്ളേരെ അറിയിക്കാൻ പറ്റും. ടീച്ചർ അയക്കുന്ന സ്ഥിതിക്ക് ടീച്ചർ പറഞ്ഞ കേൾക്കാത്തവരുണ്ടോ? ഈ മരപ്പണിക്കാരന്റെ മോന്റെ മകൻ അല്ല, മരപ്പണിക്കാരന്റെ മകൻ പറയണ കേൾക്കണോ ടീച്ചർ പറയണ കേൾക്കണോ? ടീച്ചർ പറഞ്ഞ ആൾക്കാർ കേൾക്കും, കേൾക്കത്തില്ലേ? എന്നിട്ട് ടീച്ചറോടൊന്ന് പറഞ്ഞാൽ മതി. എന്റെ കാലം കാരണം എന്താ വെച്ചാൽ എനിക്കിത് എത്തിച്ചേ പറ്റൂ. എന്റെ ശബ്ദം ഇത്ര ഉണ്ടായിട്ടെ, ശബ്ദം കൂടി. ഒരു കട്ടൻ ചായക്ക് ഇത്ര പാടുണ്ട്. ഞാനിങ്ങനെ അല്ലായിരുന്നു, മനസ്സിലായോ? ഒരു നെഞ്ചുവേന വന്ന് ഹാർട്ട് ഓപ്പൺ സർജറി ചെയ്തപ്പോൾ ഇവിടെ നിൽക്കാനുള്ള അവസരം കിട്ടിയത്. മനസ്സിലായോ? ആസ് ഇന്റർനാഷണൽ എന്താ സ്പീക്കർ ഇല്ല, അങ്ങനെ ആകണമെന്നുള്ള നമ്മുടെ ആഗ്രഹം എന്ന് പറയുന്നത്. ഞാൻ ഈ പ്ലാൻ വരക്കണ മുമ്പ് ഇത് പറഞ്ഞു തീർക്കണം. കാരണം പ്ലാൻ എന്തിനാ വരക്കണെന്ന് അറിയോ? നമ്മൾ വീട് പണിയണ മുമ്പ് പ്ലാൻ വരച്ചാൽ മാത്രമേ വീട് പണിയാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിട്ടാണ് കേരളത്തിൽ ഒരാൾ പോലും ക്രൗൺ അംബാസിഡർ ഇല്ലാത്തത്. മനസ്സിലായോ? പെറുവിലോട്ട് ബിസിനസ് എത്തിയിട്ട് 12 വർഷമായിട്ടുള്ളൂ. 35 ക്രൗൺ അംബാസിഡേഴ്സ്. പെറുവിൽ ആകെ കൂടി ഉള്ളത് 3.5 കോടി ജനങ്ങൾ. പെറുവിൽ 3 കോടി ജനങ്ങൾ പെറുവിൽ ആകെ ഉള്ളത്. ഇന്ത്യയിൽ 140 കോടി ജനം. അതിനകത്ത് കേരളത്തിലുണ്ട് 3.5 കോടി ജനം. ഒരാൾ ക്രൗൺ അംബാസിഡർ ഇല്ലെന്ന്. രാജീവ് ഗാന്ധിയൊക്കെ ഓടിച്ചിട്ടുണ്ട് അവിടുന്ന്. ക്രൗൺ അംബാസിഡർ ആയിട്ട് വന്നാൽ ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഒരാളെങ്കിലും ആകണമെന്ന്. മറ്റേ ആളുകൾ ഒറ്റ ഓട്ടമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെയും കാണില്ല, അവിടെയും കാണില്ല, ഒന്നും കാണില്ല. ടീച്ചർ നമുക്കൊക്കെ ഉയർന്നു നിൽക്കണ്ടേ? ഒന്ന് മലേഷ്യക്ക് തായ്ലാൻഡിലൊക്കെ പോകണ്ടേ? എന്താ ഇതേപോലെയാണ് കുമാരിപ്പനി വന്ന് തലയടിച്ച് വീണ് തലയിലൊക്കെ സ്റ്റിച്ചൊക്കെ ഇട്ട് ഇനി മതിയുടെ ജീവിതമൊക്കെ ഇതൊക്കെ മതി. ഒരു പഴയ തുണിയൊക്കെ ഇട്ട് ഇങ്ങനെ ആ സമയത്ത് 3 കോഫി ഇല്ലേ അട്ടിപ്പിച്ചാണ് കൊടുത്തപ്പോ പിന്നെ തുടങ്ങി കുമാരി ചേച്ചി മീറ്റിംഗ് കോൾ കിട്ടിട്ടില്ല. എല്ലാ മീറ്റിംഗിലും ഉണ്ട്. മനസ്സിലായോ? കുമാരി ചേച്ചി ഇപ്പൊ പറഞ്ഞ എനിക്ക് ലണ്ടനിലോ അമേരിക്കയിലൊക്കെ പോകണമെന്ന് നടക്കണം. ഇപ്പൊ കുമാരി ചേച്ചി 72 വയസ്സ് 71 വയസ്സ് 24. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോ പൂത്തോട്ട പുഴ കിടന്ന് നീന്തണം. ടീച്ചർ വന്നു. അത് ഇതിന്റെ ഫലമാണ്. മനസ്സിലായോ? അവരുടെ പണിയല്ല കക്കവാറില്. അതുകൊള്ളാം. ടീച്ചറുണ്ടല്ല, ഞാൻ പോസിറ്റീവായിട്ട് കൊടുക്കും, അതിനെ നേരെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യും. പിന്നെ പോസിറ്റീവായിട്ട് കൊടുക്കും, പിന്നെ നേരെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യും. ടീച്ചർ പോണെങ്കിൽ പോകാട്ടോ. ഞാൻ അങ്ങനൊന്നുമില്ല. ഒരു എൻജോയ്മെന്റ് ഇല്ല. ഉറക്കം പോയി കിട്ടിയില്ലേ? ഉറക്കം പോയി കിട്ടുമല്ല. അത് മയങ്ങിയിരിക്കണ അവിടെ ക്ലാസ്സുകാട്ട് ഇത്ര സമയം കൊണ്ട് തീർന്നിട്ടേനെ. വെറുതെ എന്നെ കൊണ്ട് ഇത്ര പറയിച്ചില്ല. 2ാമത്തെ സെക്ഷൻ കാണിച്ചാലേട്ടാ. നിങ്ങൾ കടന്നു വന്നു, നിങ്ങൾ തന്നെ തിരിച്ച് താഴ്ത്തോട്ടിട്ട്. ഈ 14 പേരിൽ 14 പേരും വേണ്ട, 6 പേര് മതി. ഈ 6 പേരിൽ 6 പേരെ കണക്ട് ചെയ്യുക. എത്ര എങ്ങനെ കണക്ട് ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ 6 പേർക്കും 14 വെച്ച് കണക്ഷൻ ഉണ്ടാവും. ഈ 14 വെച്ച് ഇവർക്കും കണക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഈ 14 വെച്ച് കണക്ട് ചെയ്യുമ്പോൾ ഈ 6 പേരും ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് ആവും. ഈ 6 പേർക്കും 10,000 വെച്ച് കിട്ടൂലേ? ഈ 6 പേരെ മാത്രം നോക്കിയാൽ മതി. ഈ 6 പേരെ മാത്രം സ്വന്തം മക്കളായിട്ട് നോക്കിയാൽ ഇയാളാവും ക്വാളിഫൈഡ് സ്റ്റാർ ഡയമണ്ട് ആവും. ഇയാൾക്ക് കിട്ടും 50,000 രൂപ. അതിനകത്താണ് ഞാൻ നിക്കണത്. പോലെ എറണാകുളത്ത് നിന്ന് ബെൽറ്റ് വിട്ടിട്ട് എങ്ങും പോകാണ്ട് വീട്ടിൽ തന്നെ കുത്തിയിരുന്നിട്ടാണ് ഈ ഡയമണ്ട് പൊസിഷൻ അടിച്ചത്. ഇനി ഇവിടെ നിന്ന് വിട്ടു പോയാലോ? അപ്പൊ ഞാൻ ചിന്തിച്ചാൽ ഇവിടെ നിന്ന് ഞാൻ വിട്ടു പോകില്ല. കാരണം കേരളത്തിൽ രോഗികളുടെ എണ്ണം കൂടുതലാണ്. എന്തായാലും ഈ ബുക്കിലും മൂലയിൽ എല്ലാത്തിനും പിടിക്കും. ടീച്ചറും സ്ഥലം അല്ലല്ലേ ഇവിടെ താമസിച്ചത്? എത്ര നാളെ? 3 ദിവസം.
ആണോ 3 മാസം ഇവിടെ തന്നെ ആണെങ്കിൽ പോലെ തിരിച്ചു പോകും. തിരിച്ചു പോയാലും ഉദയം പോലെ ടീച്ചറുടെ തൊട്ടപ്പുറത്ത് വീട്ടിൽ തന്നെ ആൾ വിളിച്ചോണ്ട് അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? അപ്പൊ എല്ലാവരുടെയും ഇതിനകത്തിട്ട് ആളെ പിടിച്ചിട്ടുണ്ട്. പ്രിൻസാറിനറിയാം എല്ലാവരുടെയും മുക്കിൽ മൂലക്കും മന്നാണ് പ്രസക്തി. അതായത് ഇപ്പൊ ക്വാളിഫൈഡ് സ്റ്റാർ ഡയമണ്ട് ആയില്ലേ? ഇപ്പൊ ഇത്രയും കഥ പറഞ്ഞിട്ടില്ലേ ക്വാളിഫൈഡ് സ്റ്റാർ ഡയമണ്ട് ആയത്? ഈ പേസ്റ്റിന്റെ കഥ പറഞ്ഞപ്പോ നിങ്ങൾ ഇത് ശ്രദ്ധിച്ചായിരുന്നോ? ശ്രദ്ധിച്ചില്ല? മറന്നുപോയാ? 300 വേസ്റ്റ്. 300 വേസ്റ്റ് വെച്ച് 10 പേര് ചെയ്യുമ്പോ 2,70,000 PV. 2,70,000 PV 45,000 ഡിവൈഡ് ചെയ്ത് 6 പേർക്ക് കിട്ടും. ഈ 6 പേര് സ്റ്റാർ ഡയമണ്ട് ആവണ ഒരാളുള്ളത് സ്റ്റാർ ഡയമണ്ട് ആണ്. 6 പേര് സ്റ്റാർ ഡയമണ്ട് ആവണം, ഒരാൾ ഡയമണ്ട് ആണ്. ഓക്കെ, പേസ്റ്റ് വിറ്റാൽ സിമ്പിൾ ആയിട്ടാകും. ഇത് ഞാൻ ഇങ്ങനെ വരച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇനി മൂന്നാമത്തെ ലെവലിലോട്ട് വരാൻ നേരത്ത് 6 പേര്, ഈ 14 പേരിൽ നിന്നും 6 എല്ലാവരും വർക്കിന് ഇറങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. 6 ഇതിനകത്ത് നിന്ന് 14 പേര് വെച്ചിട്ട് ഈ 36 പേർക്കും സെറ്റ് ചെയ്ത് കൊടുത്താൽ സ്പീഡാക്കണേ. സെറ്റ് ചെയ്ത് കൊടുത്താൽ ഈ 36 പേരും ക്വാളിഫൈഡ് സ്റ്റാർ ഏജന്റ് ആകും. ഈ 36 പേർക്കും 10,000 വെച്ച് കിട്ടും. ഈ 6 പേരും ക്വാളിഫൈഡ് സ്റ്റാർ ഡയമണ്ട് ആകും, 50,000 വെച്ച് കിട്ടും. ഈ വ്യക്തി ട്രിപ്പിൾ ഡയമണ്ട് ആകും, 3 ലക്ഷം രൂപ വെച്ച് കിട്ടും പെർ മന്ത്. ട്രിപ്പിൾ ഡയമണ്ട്. ഓക്കെ, ഇത്രയും പേരെ വർക്കുള്ളൂ. ഞാൻ എൻ്റെ അടിയിലോട്ട് പോകണില്ല. അതിന് കംപ്ലീറ്റ് പ്ലാൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വന്നു, നിങ്ങളുടെ അടിയിൽ ക്വാളിഫൈഡ് സ്റ്റാർ ഡയമണ്ട് 20 പേര്, അതിൻ്റെ ഇടയിൽ 120 സ്റ്റാർ ഏജന്റ്. ഇത്രയും വന്നാൽ ക്രൗഡ് അംബാസിഡർ ചൂസ് ചെയ്യുക. കമ്പനിയുടെ പ്ലാൻ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഏതായാലും